ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ ഒരു പുതിയ പടം കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയുകയാണ്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, അതാണ് സിനിമയുടെ പേര്. കലഭവൻ ഷാജോൺ ആണ് ഈ സിനിമയിലെ നായകനായിട്ട് വന്നിരിക്കുന്നത്. സനൂപ് സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കാണാനുണ്ടായ സാഹചര്യം പറയാം. ആദ്യം ഞാനിവിടെ കടയ്ക്കൽ ശ്രീധന്യയിൽ ഹൃദയഹാരിയായ പ്രണയകഥ കാണാൻ പോയി. അപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെന്ന് ഇപ്പോൾ കരുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ ആൾ ഫുള്ളായുണ്ട്. അല്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഷോ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 5 വർഷ തിയേറ്ററിൽ ഈ പടം കാണാനായിട്ട് പോയി, ഹൃദയഹാരിയായ പ്രണയകഥ കാണാനായിട്ട് പോയി. അവിടെയും ടിക്കറ്റ് കിട്ടിയില്ല. ഇത് തന്നെയായിരുന്ന അവസ്ഥ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എങ്കിൽ ശരി, ഈ ഷാജോൺ നായകനായ പുതിയ സിനിമ അല്ലേ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, എങ്കിൽ അത് പോയി കാണാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പോയി കാണുകയും ചെയ്തു. ഞാനും എൻ്റെ സുഹൃത്തായ അനിൻഷായും കൂടെയാണ് ഈ സിനിമ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഈ സിനിമ കാണാനായിട്ട് പോയി. അപ്പോൾ സിനിമ കാണാനായിട്ട് അകത്തേക്ക് കടന്നു. അപ്പോൾ കുറച്ച് ആളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ എഴുതി കാണിച്ചു ചണ്ണപ്പേട്ട നിവാസികൾക്ക് നന്ദിയെന്ന്. അപ്പോൾ മനസ്സിലായി ഇത് ഈ ഭാഗത്ത് എവിടെയോ, അഞ്ചൽ ഭാഗത്ത് എവിടെയോ ആണ് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ അതനുസരിച്ച് സ്വന്തം നാട്ടിൽ ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ട് കുറേ പേരൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സിനിമയിലേക്ക് വരാം. അപ്പോൾ ഷാജോണാണ് ഇതിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷാജോൺ ആ റോള് വളരെ ഭംഗിയായി പോലീസ് വേഷങ്ങൾ ചെയ്യുന്നതിൽ ഷാജോണിനുള്ള മിടുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പോലീസുകാരൻ, അയാൾ റിട്ടയർ ആകുമ്പോൾ അതിന് ശേഷം അയാൾക്കുണ്ടാകുന്ന സർവീസിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് അയാളുടെ ജീവിതത്തിൽ തൻ്റെ സർവീസ് നഷ്ടപ്പെട്ട ശേഷം, തനിക്ക് സ്ഥിരമുള്ള ജോലി നഷ്ടപ്പെട്ട ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഇരിക്കുന്ന ഒരു അവസ്ഥ, ആ സമയത്ത് അയാൾക്കുണ്ടാകുന്ന വിരസതകൾ, അയാൾക്ക് തൊഴിലിനോടുള്ള തൻ്റെ ഡ്യൂട്ടി ചെയ്യാനുള്ള ആത്മാർത്ഥത, ആ ആത്മാർത്ഥത കൃത്യമായിട്ട് തനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളൊക്കെയാണ് തുടക്കം പറഞ്ഞു പോകുന്നത്. അതിനുശേഷം അയാൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് മാറുകയും ഒരു CID ആയിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ തന്നിലേക്ക് വരുന്ന ഒരു കേസ്, ആ കേസിൻ്റെ അന്വേഷണമാണ് സിനിമയുടെ പ്രമേയം. നല്ല ഒരു പ്രമേയമായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നമാകാം, താരങ്ങളുടെ പ്രശ്നമാകാം. താരങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ താരങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ ബൈജു ആണ്. ബൈജുവിൻ്റെ കഥാപാത്രത്തിന് വ്യക്തമായി, ബൈജുവിനെ നമ്മൾ ഒരു പോസ്റ്ററിൽ കാണുമ്പോൾ ബൈജു ആ പടത്തിന് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ബൈജുവിന് ഒന്ന് വന്നു പോകുന്ന ഒരു സുഹൃത്തായിട്ടുള്ളൊരു കഥാപാത്രം എന്ന രീതിയിലാണ് ബൈജു വന്നു പോകുന്നത്. ബൈജുവിന് കാര്യമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. മറ്റൊരു പ്രധാന കഥാപാത്രമാണ് സുധീർ കരമനയുടേത്. സുധീർ കരമനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച നടനാണ്. പക്ഷേ പലപ്പോഴും അയാൾ കിളിപോയ സപ്തമേശ്വരി തസ്കരയിൽ അഭിനയിച്ച ആ കഥാപാത്രത്തിൻ്റെ പ്രേതം തൻ്റെ ഉള്ളിൽ നിന്ന് പോകാത്ത രീതിയിലാണ് സുധീർ കരമനയുടെ പെർഫോമൻസ്. ഈ സിനിമയിലും പലപ്പോഴും അത് തോന്നുന്നുണ്ടായിരുന്നു. സുധീർ കരമന ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെയൊക്കെ മെച്യൂരിറ്റി പരമായിട്ട്, അഭിനയപരമായിട്ടൊക്കെ ചിന്തിക്കണമെന്നുള്ളതാണ്. പിന്നീട് VK ബൈജു ഈ സിനിമയിലുണ്ട്. VK ബൈജു പോലീസ് വേഷങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു താരമാണ്. പക്ഷേ ആ താരത്തെ ഒരു സീനിൽ മാത്രം കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. പിന്നെ സ്ഥിരം പോലീസ് വേഷങ്ങളിലുള്ള ബാലാജി ശർമ്മയുണ്ട്. ബാലാജി ശർമ്മയ്ക്ക് തരക്കേടില്ലാത്തൊരു വേഷമായിരുന്നു. കുറേ പോലീസുകാർ, പിന്നെ കുറേ പുതുമുഖങ്ങൾ, അമച്ചറായിട്ടുള്ള പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയം കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്താമായിരുന്നു. നമ്മുടെ അരുൺ പുനലൂർ ഈ സിനിമയിൽ, ഒരുപാട് സിനിമയിൽ കൊച്ചു വേഷങ്ങളിൽ വരുന്ന അരുൺ പുനലൂർ ഈ സിനിമയിലുണ്ട്. പുള്ളിയുടെ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമച്ചർ താരങ്ങളെ കൊണ്ടുവന്നതാണ് സിനിമയ്ക്കുണ്ടായ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ പലർക്കും അഭിനയം കൃത്യമായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ അനുമോളാണ് ഇതിലെ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അനുമോൾ തൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഡബ്ബിങ്ങിൽ പലപ്പോഴും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഡബ്ബിങ് ശരിയായിട്ടില്ല. ഇനി സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് പല സമയത്തും സിനിമ ഒരു പ്രേക്ഷകനെന്ന രീതിയിൽ എന്നോട് യാതൊരു രീതിയിലും കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. തിരക്കഥയിലെ ദൗർബല്യമാകാം അതിൻ്റെ കാരണം. നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷണത്തിലും ഒരുപാട് പാളിച്ചകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ പഴയ ചില സിനിമകളുടെ കോപ്പിയായിട്ട് പലപ്പോഴും തോന്നും. ഇപ്പോൾ നമ്മൾ CBI 3, അതായത് സേതുരാമയ്യർ CBIയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നാട്ടിൽ വരിക, ആ നാട്ടിലെ അമ്പലത്തിലുണ്ടാകുന്ന ഒരു മോഷണം അയ്യർ തെളിയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ രാമചന്ദ്രൻ നാട്ടിലേക്ക് വരുമ്പോൾ ആ നാട്ടിലുണ്ടാകുന്ന ഒരു മോഷണം, ആ മോഷണം ആരാണ് നടത്തിയതെന്ന് തെളിയിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് CBI ആണ് ഓർമ്മ വന്നത്. അപ്പോൾ ജോസഫിലൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് വളരെ ആകാംക്ഷ തരുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ CBIയുടെ അതേ രീതിയാണല്ലോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടായി. അതുപോലെ തന്നെ നമുക്ക്
ഇതിൻ്റെ അകത്ത് പ്രേംകുമാർ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പ്രേംകുമാറിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇനി പറയാനുള്ളത് മനോജ് മാവേലിക്കരയെ കുറിച്ചാണ്. മനോജ് മാവേലിക്കരയാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നടത്തിയിരിക്കുന്നത്. വളരെ മോശം ഛായാഗ്രഹണമായിരുന്നു, സത്യമായിട്ട് തന്നെ പറയണമല്ലോ. അതും ഈ സിനിമയ്ക്ക്, അതായത് പുനലൂർ പോലുള്ള ഒരു ലൊക്കേഷൻ കിട്ടിയിട്ട് അതിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കുന്നതിൽ തീർച്ചയായിട്ടും ഛായാഗ്രഹൻ വലിയ രീതിയിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക്, സിനിമയുടെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് വില്ലനെ കാണിക്കുന്ന നമുക്ക് പലരെയും സംശയം തോന്നും. പണ്ടേ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ളതാണ്. പക്ഷെ വില്ലനെ കണ്ടപ്പോഴത്തേക്ക് എന്ത് മോശം വില്ലൻ, അയ്യയ്യേ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു വില്ലനായിരുന്നു ഉണ്ടായിരുന്നത്. സത്യത്തിൽ ആ ഒരു വില്ലൻ വേറൊരു രീതിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് നമുക്കൊരിക്കലും ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടില്ല. പിന്നെ മോട്ടീവ്, ഏതൊരു കൊലപാതകത്തിന് ഒരു മോട്ടീവ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ മോട്ടീവും വലിയ രീതിയിലൊന്നും കണക്റ്റ് ആവുന്നില്ല. പിന്നെ കുറേ ലൂപ്പ് ഹോൾസ് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന കുറേ ലൂപ്പ് ഹോളുകളുണ്ട്. മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലെടുത്തിരിക്കുന്ന നല്ല ഒരു സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. പടം മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കുമ്പോഴത്തേക്ക് വലിയ ബോറടിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരുപാട് ത്രില്ലറുകൾ നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ത്രില്ലറുകളുടെ ഇതെന്താണ് എന്ന് അറിയാം. അറിയാവുന്ന നമ്മുടെ മുന്നിലേക്കാണ് ഈ സാധനമൊക്കെ കൊണ്ടുവരുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യേ എന്നൊരു തോന്നൽ ഉണ്ടാകും. പേഴ്സണലി എനിക്ക് യാതൊരു രീതിയിലും ഇത് കണക്റ്റ് ആയിട്ടില്ല ഈ സിനിമ. ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഇപ്പോൾ കുറേ നല്ല സിനിമകൾ വന്നു, പക്ഷേ ഈ സിനിമ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്ക് യാതൊരു രീതിയിലും തൃപ്തി തരുന്ന ഒരു സിനിമയല്ലായിരുന്നു ഇത്. ഇതിനകത്തൊരു ഗാനമുണ്ട്, വിധു പ്രതാപ് പാടിയ ഗാനം. ആ ഗാനം കൃത്യമായിട്ട് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം പരിസര പ്രദേശം നമുക്ക് അറിയാവുന്ന കുറേ സ്ഥലങ്ങളാണ് സിനിമയുടെ ലൊക്കേഷനായിട്ടൊക്കെ വരുന്നത്. പക്ഷേ ആ ലൊക്കേഷനൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ, കാടിൻ്റെ സൗന്ദര്യമൊന്നും കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഛായാഗ്രഹം വലിയ രീതിയിൽ പരാജയപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെയൊക്കെ ശരിയാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു സിനിമയാക്കി മാറ്റാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സിനിമ യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റും നൽകിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.